കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അനു എന്ന യുവതി തന്റെ അമ്മയോടൊപ്പം താമസിച്ചിരുന്നത്. അവൾ പഠനത്തിനായി നഗരത്തിലേക്ക് പോകാനിരിക്കെ ഒരു രാത്രി മഞ്ഞ് കനത്തുണ്ടായിരുന്നപ്പോൾ വീട്ടിലെ പഴയ മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. അനു, സഹായിക്കൂ. ആ ശബ്ദം ശുദ്ധമായ ഒരു സ്ത്രീയുടെ ശബ്ദം ആയിരുന്നു, പക്ഷേ അതിൽ ഒരു അസ്വാഭാവികതയും ഭയവും നിറഞ്ഞിരുന്നു. രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ. അനു ആ ശബ്ദത്തെ അവഗണിക്കാൻ ശ്രമിച്ചു, പക്ഷേ ദിവസങ്ങൾക്കിടയിൽ ശബ്ദം കൂടുതൽ ശക്തമായി കേട്ടു. അവൾ തന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ കണ്ണു നിറഞ്ഞു, പഴയ ഒരു കഥ പറഞ്ഞു. ഈ വീട്ടിൽ 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതി, രമ്യ, അവളുടെ പ്രണയിയെ കാത്തിരുന്നപ്പോൾ അന്യായമായി കൊല്ലപ്പെട്ടു. അവളുടെ ആത്മാവ് ഇതുവരെ ഇവിടെ കുടുങ്ങി നീതി തേടുന്നു. അനുയുടെ ധൈര്യം. അനു ആ പ്രേതത്തെ ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ ഒരു രാത്രി മഞ്ഞ് വീണ കനത്ത മഴയിൽ പഴയ മുറിയിൽ കയറി രമ്യയുടെ ആത്മാവിനോട് സംസാരിച്ചു. നീ നീതി നേടും വരെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. അന്ന് രാത്രി മുറിയിൽ നിന്നൊരു തണുത്ത കാറ്റ് വീശി, ശബ്ദം മന്ദമായി മങ്ങിയപ്പോൾ അനു മനസ്സിൽ ഒരു ശാന്തി അനുഭവിച്ചു. കഥയുടെ അവസാനവും പാഠവും. അടുത്ത ദിവസം മുതൽ ആ ശബ്ദം ഒരിക്കലും കേൾക്കാനായില്ല. രമ്യയുടെ ആത്മാവ് സ്വാതന്ത്ര്യം നേടി. അനു മനസ്സിൽ ധൈര്യവും കരുതലും നിറഞ്ഞു. പാഠം: ചിലപ്പോൾ നാം ഭയപ്പെടേണ്ടത് ഭീതിയല്ല, ധൈര്യവും കരുതലും കൊണ്ടാണ് അന്യരുടെയും വേദനകൾ മനസ്സിലാക്കേണ്ടത്.